ടൗണിന്റെ മധ്യേ ഒരു കാറില് 3 പേര് മദ്യപിച്ച് ലക്ക് കേട്ട് നമ്മുടെ വലിയൊരു അപകട ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ടൗണിന്റെ നടുക്ക് കിടക്കുകയായിരുന്നു. പോലീസുകാരെ ഞങ്ങൾ വിളിച്ചു, അവർ വന്നു, വണ്ടി തള്ളി മാറ്റി ഒതുക്കി. അത് മദ്യപിച്ച ഡ്രൈവറെ കേസെടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു സാധാരണപ്പെട്ട ആളുകൾ ഇതുപോലെ ഒരു ഓട്ടോക്കാർ വന്നാൽ ഒരു സൈഡ് നിർത്തിയാൽ പോലീസുകാർ ചീത്തയും അനാവശ്യവും പറയുന്ന ആണ് അവരുടെ പതിവ്. എന്നാൽ ഇത് ഏത് പിണറായിയുടെ വല്ല ആൾക്കാരാണോ എന്നറിയത്തില്ല. കാര്യം അവരുടെ ആളുകളാണ് ഈ നമ്മുടെ നാട്ടിൽ മുടിച്ച് നടന്ന പരിപാടികളെല്ലാം വളരെ ജനദ്രോഹപരമായ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് ഏറ്റവും തിരക്കുള്ള ഈ സമയത്ത് 3 പേര് മദ്യപിച്ച് ഉല്ലസിച്ച് വണ്ടി കൊണ്ടുവന്ന് MC ഈ റോഡിൽ നിന്ന് ഗാന്ധി സ്ക്വയറിൽ നിന്ന് MC റോഡിലോട്ട് കയറുന്ന സൈഡിൽ കൊണ്ടുവന്നിട്ട് അവരവരുടേതായ രീതിയിലേക്ക് പോവുകയും ഇവിടെ വണ്ടികൾ ധാരാളം പോകുന്ന ഈ വഴി വൻ അപകടം ഉണ്ടാകുന്നതാണ്. വണ്ടി തന്നെ ഓടിക്കാൻ മേലാത്ത രീതിയിലുള്ള ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും മറ്റുള്ള 2 പേര് ഇപ്പോഴും വണ്ടിയിൽ മദ്യപിച്ച് അവർക്ക് എന്താണെന്നറിയാൻ മേലാതെ അവിടെ കിടക്കുകയാണ്. ഈ രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് ഈ കോട്ടയത്ത് നടത്തുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. പോലീസിന്റെ നടപടി എവിടം വരെ ആയെന്നും നോക്കണം. ആ പോലീസ് വളരെ ലാഘവത്തോടു കൂടി വന്ന് അവരുടെ വണ്ടി തള്ളി മാറ്റാനൊക്കെ ഒരു ക്രെയിൻ പിടിച്ച് ഈ വണ്ടി മാറ്റേണ്ട സാഹചര്യത്തിൽ അത് തള്ളി ഇവിടെ സൈഡിലോട്ട് മാറ്റി വിട്ടിട്ട് ഇവിടുത്തെ ട്രാഫിക് കൊണ്ടുപോവുകയാണ്. ഇതാണോ ഇവിടെ ചെയ്യേണ്ടത്? കോട്ടയം പട്ടണത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് നടന്ന ഒരു അനാശാസ പ്രവർത്തനം തന്നെ എന്ന് പറയാം. ഏത് സമയത്ത് 5 മണി 6 മണി ആകുമ്പോൾ പീക്ക് മൂവ്മെന്റിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഈ പരിധി വരെ പോലീസിന്റെ ഒരു ഒത്താശയുണ്ടോ എന്ന് പോലും നമുക്കിതിനകത്ത് സംശയമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ മദ്യമാഫിയക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി ഇവിടെ നടക്കണമാണ്.